സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപ്പൊലീത്തയുമായ അഭിവന്യ മാർ റാഫേൽ തട്ടേൽ പിതാവ് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ തന്റെ വികാരിയായി 2025 ജനുവരി 11 നിയമിച്ചു. 2025 ജനുവരി 6 മുതൽ 11 വരെ നടന്ന 33ാമത് സിനഡിന്റെ ഒന്നാം സമ്മേളനം മാർ പാംപ്ലാനിയെ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടിയുള്ള മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയായി തിരഞ്ഞെടുത്തിരുന്നു. പരിശുദ്ധ പിതാവ് സിനഡിന്റെ ഈ തെരഞ്ഞെടുപ്പിന് അപ്പസ്തോലിക് ന്യൂൻഷ്യോ വഴി അംഗീകാരം നൽകുകയും ചെയ്തു. നിലവിൽ തലശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പൊലീത്തയായ മാർ പാംപ്ലാനി നിലവിലുള്ള തന്റെ ഉത്തരവാദിത്തത്തിന് പുറമേ ആയിരിക്കും പുതിയ ദൗത്യം നിർവഹിക്കുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനത്തു നിന്നുള്ള മാർ ബോസ്കോ പുത്തൂരിന്റെ രാജി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വീകരിച്ചു. 2023 ഡിസംബർ 7 നിയമിതനായ മാർ ബോസ്കോ പുത്തൂർ 2024 സെപ്റ്റംബറിലാണ് ആരോഗ്യകാരണങ്ങളാൽ തന്റെ രാജി സമർപ്പിച്ചത്. മെൽബൺ രൂപതയുടെ അധ്യക്ഷസ്ഥാനത്ത് നിന്ന് വിരമിച്ച സാഹചര്യത്തിലായിരുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി മാർ ബോസ്കോ പുത്തൂർ നിയമിതനായത്. അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററിന്റെ രാജി സ്വീകരിച്ചതോടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭരണ ചുമതല പരിശുദ്ധ സിംഹാസനം അതിരൂപത അധ്യക്ഷൻ കൂടിയായ മേജർ ആർച്ച് ബിഷപ്പിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് അതിരൂപതയുടെ സാധാരണ ഭരണ നിർവഹണം നടത്താനുള്ള ചുമതല നൽകിക്കൊണ്ട് മാർ ജോസഫ് പാംപ്ലാനി പിതാവിനെ മേജർ ആർച്ച് ബിഷപ്പ് അതിരൂപതയിൽ തന്റെ വികാരിയായി നിയമിച്ചിരിക്കുന്നത്. അതേസമയം ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ പിതാവ് അതിരൂപതയുടെ പൊന്തിഫിക്കൽ ഡെലഗേറ്റായി തുടരുന്നതായിരിക്കും. സിനഡ് അംഗീകരിച്ച മാർഗരേഖ അനുസരിച്ചായിരിക്കും മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി അതിരൂപതയുടെ ഭരണനിർവഹണം നടത്തുന്നത്. 2019 അന്നത്തെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് അതിരൂപതയിൽ ആദ്യമായി മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയെ നിയമിച്ചത്. ആർച്ച് ബിഷപ്പ് ആന്റണി കരിയിൽ പിതാവായിരുന്നു അന്ന് നിയമിതനായത്. 1969 ഡിസംബർ 3 ജനിച്ച ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി 1997 ഡിസംബർ 30 വൈദികനായി. ബെൽജിയത്തിലെ ലുവൈൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉപരിപഠനം നടത്തി ഡോക്ടറേറ്റ് കരസ്ഥമാക്കി. 2017 സെപ്റ്റംബർ 1 തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനായി നിയമിതനായ അദ്ദേഹം 2017 നവംബർ 8 മെത്രാനായി അഭിഷിക്തനായത്. 2022 ഏപ്രിൽ 22 മാർ ജോസഫ് പാംപ്ലാനി അതിരൂപതയുടെ മെത്രാപ്പൊലീത്തയായി. സീറോ മലബാർ മെത്രാൻ സിനഡിന്റെ സെക്രട്ടറിയും പെർമനന്റ് സിനഡിലെ അംഗവുമാണ് മാർ പാംപ്ലാനി. സീറോ മലബാർ സഭയുടെ ദൈവശാസ്ത്ര കമ്മീഷൻ ചെയർമാൻ, പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ അംഗം, കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ മാധ്യമ കമ്മീഷൻ ചെയർമാൻ, ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ദൈവശാസ്ത്ര കമ്മീഷൻ അംഗം, ഏഷ്യൻ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ദൈവശാസ്ത്ര കമ്മീഷൻ അംഗം എന്നീ നിലകളിലും മാർ ജോസഫ് പാംപ്ലാനി സേവനമനുഷ്ഠിക്കുന്നു. ഷെക്കിന ന്യൂസ്, കൊച്ചി.